നാളത്തെ കുട്ടികൾ തളരുന്നതിന് കാരണം വിധിയല്ല. ഇത് കഴിഞ്ഞ് രാജസൂയത്തിൽ എത്തിച്ചേരുന്നു. രാജസൂയ ചടങ്ങിലാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. രാജസൂയ ചടങ്ങിലാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ശിശുപാലൻ കടന്നു വന്ന് കൃഷ്ണനെ അവഹേളിക്കുന്നത്. കൃഷ്ണൻ്റെ ജീവിതത്തിൽ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച ആള് ആരാണ്? ശിശുപാലനാണ്. 100-ലധികം ചീത്ത വാക്ക് കൃഷ്ണനെ വിളിച്ച ആൾ. അഷ്ടോത്തരം എന്നൊക്കെ കേട്ടില്ലേ? അഷ്ടോത്തരത്തിൽ ചീത്ത വിളിച്ച ആളാണ് ആര്? ശിശുപാലൻ. ശിശുപാലനാണെങ്കിൽ കൃഷ്ണനോട് നല്ല ദേഷ്യമുണ്ട്. കാരണം തനിക്ക് കെട്ടാൻ നിശ്ചയിച്ച പെണ്ണിനെയും കൊണ്ടാണ് ആരോടിയത്? കൃഷ്ണൻ ഓടിയത്. ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ വീശലിലൊന്നും രുക്മിണീ ദേവി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ ദേഷ്യമൊക്കെ കൂടി അങ്ങോട്ട് കൊടുത്തു കൃഷ്ണന്. എന്ത് യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. ഇവിടെ എന്താ? ഭീഷ്മര് ജീവിച്ചിരിപ്പില്ലേ, വ്യാസര് ജീവിച്ചിരിപ്പില്ലേ? അങ്ങടെ ഒന്നിൻ്റെ പുറമെ. ഇത് കേട്ടിട്ട് പാണ്ഡവന്മാരൊക്കെ കൈയൊക്കെ അങ്ങനെ ധരിച്ചു. എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നാണക്കേട. കാരണം ഒരു നല്ല ചടങ്ങിനെ കേടുവരുത്തുകയാണ് ശിശുപാലൻ. നാരദര് പറഞ്ഞു, ആരൊന്നും മിണ്ടണ്ട, കൃഷ്ണൻ തന്നെ ചെയ്തോളൂന്ന്. കൃഷ്ണനാണെങ്കിലോ അത് വരാനുള്ള മുഴുവൻ വരട്ടെ, നന്നായി വരട്ടെ. സഹസ്രനാമം കേൾക്കുന്ന രീതിയിലാണ് ചീത്ത വാക്കുകൾ കൃഷ്ണൻ കേട്ടത്. ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ശിശുപാലനെ അവിടെ നിന്ന് വധിച്ചു. ശിശുപാല വധം കഴിഞ്ഞതും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി, ഭയങ്കരമായിട്ട്. അങ്ങനെ ശിശുപാലനെ വധിച്ചതിന് ശേഷം രാജസൂയ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അഭിഷേകാദികളൊക്കെ കഴിഞ്ഞ് ചക്രവർത്തിയെ അവരോധിച്ചതിന് ശേഷം പാണ്ഡവരുടെ ഗൃഹം അല്ലെങ്കിൽ കൊട്ടാരം കാണാൻ വേണ്ടി കൗരവന്മാർ പുറപ്പെടുന്ന രംഗം, പ്രധാന സഭയിലേക്ക്, ദർബാർ ഹാളിലേക്ക് കയറുന്ന ആ സമയത്താണ് താഴെ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുക. ഇവരെന്താ ഈ വെള്ളം നിറച്ചിരിക്കുന്നത്? മുഴുവൻ വെള്ളമാണെന്ന ധാരണയിൽ പിന്നെ ആലോചിച്ചില്ല. കാലൊക്കെ ഒന്ന് നനയാതിരിക്കാൻ തുണിയൊക്കെ ഒന്ന് പൊക്കി കാലൊന്ന് പതുക്കെ വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു തുള്ളി വെള്ളവും അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു തരം കല്ലായിരുന്നു, ഇന്ദ്രനീല കല്ല്. അത് കഴിഞ്ഞ് ദർബാർ ഹാളിൻ്റെ അടുത്ത ഹാളിലേക്ക്, പ്രധാന സഭയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അകത്തും നിറയെ വെള്ളമാണ്. ഈ വെള്ളവും ചവിട്ടാതിരിക്കാൻ ആദ്യമൊക്കെ ഒന്ന് മുണ്ട് ഉയർത്തുമ്പോഴാണ് അപ്പുറത്ത് വെള്ളമില്ലല്ലോ, അത് വെറൊരു തോന്നലല്ലേ. അപ്പം ഇതും ഒരു തോന്നലാണെന്ന രീതിയിൽ കാല് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ വെള്ളത്തിലേക്ക്, അതാണെങ്കിൽ 2-3 പായസവും കഴിച്ചിട്ട് വെള്ളത്തിലേക്ക് വീണാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതും അന്നത്തെ കാലത്താണെങ്കിൽ കഴിക്കുന്നതൊക്കെ നല്ല ഹെവി ഇരിക്കും, നല്ല അടിച്ച് വിട്ടിട്ടുണ്ട് ഭക്ഷണമൊക്കെ. വലിയൊരു വയറുമായിട്ട് വെള്ളത്തിൻ്റെ അകത്ത് വീണാൽ പൊങ്ങാനും പറ്റുന്നില്ല. ഇത് കണ്ട് പാണ്ഡവര് പൊട്ടി ചിരിക്കുന്നു, പാഞ്ചാലിയും ചിരിക്കുന്നു. ഈ ചിരി അങ്ങോട്ട് സഹിച്ചില്ല ദുര്യോധന് തന്നെ ഇത്ര അവഹേളിച്ചതിന്. അതും പാഞ്ചാലിയുടെ ചിരി ഉള്ളിക്കൊണ്ടു. അവിടെ വെച്ചാണ് തൻ്റെ തുടയിൽ തട്ടിക്കൊണ്ട് പറയുന്നത്, ഇതിനുള്ള പ്രതികാരം തക്ക സമയത്ത് തക്ക സ്ഥലത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ട് പാഞ്ചാലി. അത് കൃഷ്ണൻ മനസ്സുകൊണ്ട് വായിച്ചെടുത്തു ഈ ശാപങ്ങളൊക്കെ. കൃഷ്ണൻ പാണ്ഡവരെ നോക്കിക്കൊണ്ട് ചിരിച്ചു. അതോടുകൂടി രാജസൂയ ചടങ്ങ് അവിടെ കൊണ്ട് തീർന്ന് കൃഷ്ണൻ പോരുകയാണ്. മഹാഭാരതമെന്ന യുദ്ധത്തിൻ്റെ വിത്ത് അവിടം കൊണ്ട് പാകിക്കഴിഞ്ഞു. ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അനർത്ഥത്തിൻ്റെ കാര്യവും ആരംഭിച്ചു. എന്തിനാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എപ്പോഴും മറന്നു പോകുന്നൊരു സത്യമാണ്. ഒരു ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, ഒരാരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. നാളെ ഉച്ചവരെയിൽ ഇപ്പോൾ സപ്താഹമുള്ളൂ. എല്ലാറ്റിനും ഒരു നല്ല വശമുണ്ടെങ്കിൽ അതിനൊരു മോശ വശമുണ്ട്. ആരോഗ്യമുണ്ടെങ്കിൽ അനാരോഗ്യവുമുണ്ട്. ഇവിടെയാണ് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ മതി മറന്ന് ജീവിക്കും.
അനാരോഗ്യമുള്ളപ്പോൾ ദുരിതത്തിലും ജീവിക്കും. അതിനെ നമുക്ക് വിവേകമുണ്ടാവേണ്ടിയിരുന്നു. എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ തന്നെ പ്രതികൂലമായത് പിന്നിലുണ്ടെന്ന്, സൂര്യൻ പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അസ്തമിക്കാൻ പോവുകയാണെന്നും അസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുട്ടാണെന്നും പകല് മനസ്സിലായിരുന്നെങ്കിൽ ആ ഇരുട്ടിനെ നേരിടാനുള്ളൊരു വെളിച്ചം കയ്യിൽ വയ്ക്കാമായിരുന്നു. മനസ്സിലായില്ലേ? എന്നതുപോലെയാണ് ജീവിതത്തിൽ അനുകൂലമായ സമയത്ത് സാധനകൾ അനുഷ്ഠിച്ചിരുന്നെങ്കിൽ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളെ വലിയ മാനസിക പ്രശ്നങ്ങളില്ലാതെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ പൊതുവെ ഇന്നത്തെ കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്നത് അറിയോ? നമ്മൾ കുട്ടികളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മതിമറന്ന് ജീവിക്കുകയാണ്. വൈകി എണീറ്റും അവരിഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്തും. പക്ഷേ അവരറിയുന്നില്ല ഈ അടിപൊളി, അവരുടെ ഭാഷയിൽ ഇതെല്ലാം അടിപൊളിയാണ്, ഈ അടിപൊളിയൊന്നും കാലം എന്നും നമുക്ക് വച്ചിട്ടില്ല. കാലം എന്നും നമ്മളെ അടിച്ചു പൊളിക്കാൻ അനുവദിക്കില്ല. കാരണം സുഖമുണ്ടെങ്കിൽ സുഖസ്യ മധ്യേ ദുഃഖം, ദുഃഖസ്യ മധ്യേ സുഖം എന്നാണ്. ഒരു സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. രാജകൊട്ടാരത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന രാമൻ കാട്ടിൽ വെറും തറയിൽ പുല്ലിൽ കടന്നുറങ്ങുമ്പോൾ ഗുഹൻ ലക്ഷ്മണനോട് ചോദിക്കുന്നുണ്ട്, കൈകേയി മന്ധരയോടുകൂടി ചേർന്ന് രാമൻ ഈ ഗതി വരുത്തി വെച്ചുവല്ലോ. അപ്പം അതിന് ലക്ഷ്മണൻ ഉത്തരം പറയാണ്. എന്താണ് ഗുഹൻ പറയുന്നത്? സ്വജന്മാർജിത കർമ്മം ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖവുമുണ്ട്. രാമനെ സംബന്ധിച്ച് ഇത് രണ്ടും കടന്നു പോവാൻ പ്രയാസമില്ലാത്ത ഒരാളാണ്. രാമൻ സുഖമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണണം. ഇങ്ങനെയൊരു മനസ്സുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം ഇതെല്ലാവരും ഒന്ന് പഠിക്കണം. ഇങ്ങനെയൊരു മനസ്സുണ്ട്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ ന ഏവം പാപം അവാപ്സ്യസി എന്നാണ്. ഇത് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. സുഖദുഃഖേ സമേ കൃത്വാ, എന്നും ജീവിതം സുഖമാവണം എന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട്, അതാണ് നമ്മൾ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നത്. എന്നും ജീവിതം സുഖമാക്കണം എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഗുരുവായൂരപ്പനും സുഖമാക്കാൻ പറ്റില്ല. കാരണം അനുകൂലമായൊരു സാഹചര്യമുണ്ടെങ്കിൽ പ്രതികൂലമായതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ജീവിതത്തിൽ പ്രതികൂലമായതിനെയും കടന്നു പോവാനുള്ള കരുത്താണോ വേണ്ടത്, അതോ എന്നും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? പറയൂ, എന്താ നമ്മൾ ചെയ്തിരുന്നത്? നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ, പണ്ടുള്ളവർ പറയുന്ന വരികളാണിത്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവുത്തോ, എന്താ തിരുവാതിരയോ? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവുന്ന കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടാലേ കഷ്ടകാല സമയത്ത് നമുക്ക് ജീവിക്കാനുള്ള റിസോഴ്സുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ജീവിതമെങ്കിൽ ആവുന്ന കാലത്ത് മനോബലം നേടിയാലേ പ്രതികൂലമായ അനുഭവങ്ങളെ നേരിടാൻ മനോബലം കൊണ്ട് അന്ന് മനസ്സിനെ ബലപ്പെടുത്താനല്ല, ദുർബലപ്പെടുത്തി ജീവിക്കും. അപ്പൊ പ്രതികൂലമായത് വരുമ്പോൾ തളരും. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എല്ലാം അനുകൂലമാവണമെന്നല്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതല്ല, ജപിച്ച് 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 മനസ്സിനെ കരുത്തുള്ളതാക്കി തീർക്കാൻ അത് മനസ്സിലാവേണ്ടതായിരുന്നു. ജപിച്ചാലേ
ജപത്തിൻ്റെ ആവർത്തനത്തിലെ മനസ്സിന് കരുത്ത് ഉണ്ടാവുള്ളൂ എന്നാരും പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ രക്ഷപ്പെടുമായിരുന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നാളത്തെ കുട്ടികൾ തളരുന്നതിന് കാരണം വിധിയല്ല, നാളത്തെ തലമുറകൾ തളരുന്നതിന് യോഗമല്ല, ജ്യോതിഷം പറയുന്ന പോലെ ശനിയുടെയും രാഹുവിൻ്റെയും അപകാരമല്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കട്ടെ. പ്രതികൂലമായതിനെ നേരിടാൻ കരുത്തുണ്ടെങ്കിൽ രാഹുവും കേതുവും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. അതിനാണ് ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക എന്നാൽ ഒരു കാര്യത്തെ നേരിടാനുള്ള മനോബലം ആർജിക്കലാണ്. മനസ്സിലാവുണ്ടല്ലോ? അതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. എൻ്റെ ഭക്തൻ ഒരിക്കലും പ്രതിസന്ധിയിൽ തളരുന്നവനാവരുത്. ആ രീതിയിലുള്ളൊരു മനസ്സ് വാർത്തെടുക്കാൻ ആത്മീയതയല്ലാതെ വേറൊരു വഴിയില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിതെന്താ വെച്ചാൽ, നമ്മുടെ ഹിന്ദു മതത്തിനൊരു വലിയ വീഴ്ച പറ്റിയതെന്താ വെച്ചാൽ, നമ്മൾ സാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല, ഒരു ജപസാധനകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല, മറിച്ച് അന്ധമായ പ്രാർത്ഥനകൾ സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിച്ചു. ആണോ അല്ലയോ? ആണോ അല്ലയോ? അന്ധമായ പ്രാർത്ഥനകൾ സത്യമാണെന്ന് ഉറപ്പിച്ച് ജീവിക്കുകയാണ്. ആ ഉറപ്പിലാണ് ആളുകൾ അമ്പലത്തിൽ പോകുന്നത്. എല്ലാം ഭഗവാൻ നേരേക്ക് കൊടുക്കും, എല്ലാം ഭഗവാൻ നേരെയാക്കുന്നു. പക്ഷെ പാപം അവരറിയുന്നില്ല, ഭഗവാന് പോലും പ്രതികൂലമായതിനെ തട്ടി മാറ്റാൻ അവർക്ക് പറയൂ സാധ്യമല്ല. ഭഗവാൻ തന്നെ ജരാസന്ധൻ്റെ ആക്രമണം കൊണ്ട് മധുരയിൽ നിന്നും എവിടെ പോയ ആളാണ്? ഭഗവാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഒഴിച്ചു പോയ ആളാണ്. ഭഗവാന് പോലും പലതും നേരിടാൻ പറ്റില്ല. കാലനിയോഗത്തെ, കർമ്മനിയോഗത്തെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. തൻ്റെ കാലിൽ അമ്പേൽക്കുമ്പോൾ കൃഷ്ണൻ അതാ പറഞ്ഞത്, ജരേ കർമ്മനിയോഗം മാറ്റാൻ ആർക്കും പറ്റില്ല എന്നാണ്. കർമ്മത്തിൻ്റെ നിയോഗമാണത്. ഇതാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ഇതല്ലേ ശരി? ഇതാണോ ശരി? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സമയം കളയരുത്. ഓർക്കണം, കരുത്താണ് ഭക്തി നമുക്ക് ഓർക്കണം, അല്ലെങ്കിൽ ഭക്തിയാണ് കരുത്ത് എന്ന് ഓർക്കണം. അത് ആവർത്തനമായ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ ആ കരുത്ത് നമ്മുടെ ഉള്ളിൽ കൈവരിക്കാൻ പറയൂ സാധിക്കുകയുള്ളൂ. അത് മെനക്കെട് തന്നെ വേണം, പണിയെടുക്കണം. അഭ്യാസേനതു കൗന്ദേയ, കൃഷ്ണൻ അതല്ലേ പറഞ്ഞത്? അഭ്യാസം ചെയ്യൂ എന്നല്ലേ? അതല്ലേ അനുസരിക്കേണ്ടത്? ആണോ? പ്രാർത്ഥിക്കൂ എന്നൊരു വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ ഭാഗവതത്തിൽ? കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മാറ്റിയെടുക്കണം. ഇങ്ങനെ ഭഗവാൻ രാജസൂയ യാഗത്തിന് പോയ കഥകളും മറ്റും കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ 80ഉം 81ലും കുചേല ചരിതത്തിലേക്ക് കടക്കുകയാണ്. ഭാഗവതത്തിൽ കുചേലൻ എന്ന പേരല്ല, ഭഗവാന്റെ സതീർത്ഥൻ്റെ പേര് സുദാമാവ. 64 ദിവസമായിരുന്നു ഭഗവാൻ 64 കലകൾ സാന്ദീപനി മഹർഷിയിൽ നിന്നും പഠിച്ചത്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന് ഉതകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കുന്നതിൻ്റെ പേരാണ് പറയൂ വിദ്യാഭ്യാസം. സത്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഈ ഗവൺമെൻറ്റിനോട് പറയണം സ്കൂൾ പൂട്ടിയിടാൻ പറയണം. സത്യത്തിൽ സ്കൂളിൽ പോവരുത് കുട്ടികൾ. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾക്ക് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ജീവിക്കാൻ മനുഷ്യന് ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പറയൂ, നിങ്ങൾ പറയൂ. അപ്പം വിദ്യാഭ്യാസം എന്നാൽ ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ പേരാണ്, പഠിക്കുകയല്ല പരിശീലിക്കുന്നതിൻ്റെ പേരാണ് വിദ്യാഭ്യാസം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്കൂളുകളിൽ കൃഷിയെക്കുറിച്ചൊരു ക്ലാസ് അധ്യാപകർ ഒരു സബ്ജക്റ്റ് കൃഷി വന്നാൽ കുട്ടികളെ നോക്കൂ, വീടുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു മുളകെങ്കിലും നട്ടുപിടിപ്പിക്കില്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു വാസന അതിൻ്റെ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടോ? ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൂടും, മണ്ണിനെക്കുറിച്ച് അവർ മനസ്സിലാക്കും,
കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കും. മനസ്സിലായില്ലേ? ഈ രീതിയിലുള്ളൊരു സംസ്കാരം ഒരു മുളകെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ സാധിച്ചാൽ അത്രയും തമിഴ്നാട്ടിലുള്ള വിഷം വേണ്ടല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണോ? ഒരു ചെടിച്ചട്ടിയിൽ കുഴിച്ചിടാലോ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കുഴിച്ചിടാലോ, അതിനിപ്പോൾ ഫ്ലാറ്റായാലും അവിടെ കൃഷി ചെയ്യാലോ. എന്താ മിണ്ടാത്തത് നിങ്ങൾ? പറയൂ. ഇതിനെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ചിന്തിക്കേണ്ടല്ലേ? കാരണം നമുക്ക് ജീവിക്കാൻ ആഹാരം വേണം. അതിനുള്ളൊരു വിദ്യാഭ്യാസം ഈ സിലബസിൻ്റെ പാർട്ടായിട്ട്, സബ്ജക്റ്റിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവണം. വേണ്ടേ? ഇതേപോലെ വീട്ടിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ നോക്കൂ. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടത് ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക്. 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തു വെച്ചിട്ട് എന്താ തെറ്റ്? ഇതിലെന്താ തെറ്റുള്ളത്? മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് ആ കുട്ടികൾക്ക് അതെങ്കിലും നോക്കൂ. നിങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ കുട്ടികൾ വെക്കേഷനിൽ കറങ്ങി നടക്കും. അവർ വെക്കേഷനിൽ എന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക. ആ പണം കൊണ്ടാണ് അവർ കോളേജുകളിൽ പോകുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വരണം. അവനവൻ വെക്കേഷനിൽ ജോലി ചെയ്തതിൻ്റെ ഇത്ര എമൗണ്ട് ബാങ്കിലിട്ടാലേ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് വരണം. അപ്പോൾ വെറുതെ വേസ്റ്റായി പോകുന്ന അവൻ്റെ എനർജി അവൻ എന്തെങ്കിലും ക്രിയാത്മകമായി, ഇതിപ്പോൾ എന്താ അച്ഛനെയും അമ്മയും ദ്രോഹിക്കുകയാണ്. നിങ്ങൾ നോക്കുന്ന എത്ര രക്ഷിതാക്കളാണ് ദുരിതത്തിൽ കിടക്കണതെന്ന്. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കണ്ടമാനം ഫണ്ട് ലോൺ എടുത്ത് കുട്ടികളെ 35-45 ലക്ഷം കടത്തെടുത്ത് UK-യിലും അതുപോലെ തന്നെ ജർമ്മനിയിലും പഠിക്കാൻ പറഞ്ഞേച്ച് കുട്ടിക്ക് അവിടെയൊന്നും ഇപ്പം കണ്ടില്ലേ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞയക്കണോ? ഈ പ്രഷറിനി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വരും. ഈ 35 ലക്ഷം ലോൺ എവിടെ നിർത്തി കൊടുക്കണം അച്ഛൻ? എല്ലാം ഒരു ആവേശത്തിന് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ ദുരിതം ഉണ്ടാക്കിയത് ഈ സർക്കാരുകളാണ്. നേരെ മറിച്ച് ഇവിടെ വല്ലതും ജീവിക്കാൻ ഇന്നിവിടെ ഇലക്ട്രീഷ്യനെ കിട്ടാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു പ്ലംബറെ കിട്ടുമോ? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ശരിയാണോ ഞാൻ പറയണത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ശരിയാണോ അല്ലയോ? ഇതൊക്കെ പഠിപ്പിക്കേണ്ട സിലബസിൻ്റെ ഭാഗമായിട്ട്. ഇതൊന്നും പഠിപ്പിക്കാതെ വെറും കുറേ ആരോ എഴുതി വെച്ച പൊട്ട പുസ്തകങ്ങൾ കത്തിക്കേണ്ട. ഇതൊക്കെ യൂസ്ലെസ് പുസ്തകങ്ങൾ ആരോ എഴുതി വെച്ചത് നമ്മളെന്തിനെടുത്ത് പഠിക്കണം? ഇതല്ല വിദ്യാഭ്യാസം. മനസ്സിലായില്ലേ? ആരോ എഴുതി വെച്ച് ഛർദ്ദിച്ച പുസ്തകങ്ങൾ പഠിക്കുന്നതല്ല വിദ്യാഭ്യാസം. ജീവിക്കാനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. 64 ദിവസം 64 കലകൾ കൃഷ്ണൻ പഠിച്ചു. വിദ്യാഭ്യാസം. 5 കുതിരകൾ കൂട്ടിയ തേരോടിക്കാൻ കൃഷ്ണൻ പഠിച്ചു. മനസ്സിലായില്ലേ? സാന്ദീപനി മഹർഷിയുടെ അടുത്തുനിന്ന് പ്രായോഗിക ജീവിത കല പഠിച്ച അവതാരമൂർത്തിയാണ് ആര്? പറയൂ. കൃഷ്ണൻ. സത്യം പറഞ്ഞാൽ ഇന്ന് വിദ്യാഭ്യാസത്തോട് നമുക്ക് അത്ര അവജ്ഞ വരും. ഒരാവശ്യമില്ലാത്ത കുറേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അലക്സാണ്ടർ ചക്രവർത്തി ഏത് യുദ്ധത്തിൽ മരിച്ചു? കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിൽ? കുട്ടി എഴുതിച്ചയാളുടെ അവസാന യുദ്ധത്തിൽ നിന്ന്. കഷ്ടം. അയാൾ ഏത് യുദ്ധത്തിൽ ചത്തു നമുക്കെന്തിനാ അറിയണം? അതറിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കുറേ പൊട്ടത്തരങ്ങൾ. ഞാൻ പറയുമ്പോൾ നിങ്ങളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. സ്കൂളിൽ പറഞ്ഞയക്കരുത് കുട്ടികളെ. കാലം വരണം ഇനി. നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ, പരീക്ഷ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് അറിയില്ല, 12നും 10നും ഒക്കെ ബോർഡിന് നമുക്ക് സെൽഫ് രജിസ്റ്റർ ചെയ്ത് എഴുതാനുള്ള സംവിധാനങ്ങളുണ്ടെന്ന് അറിയൂ നിങ്ങൾക്ക്? അങ്ങനെ അറിയില്ല. സ്കൂളിൽ പോയാലേ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. സ്കൂളിൽ പോയാലും സ്കൂളിലെ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ സംവിധാനം. ഇത് രജിസ്ട്രേഷനാണ്. ബോർഡ് എക്സാം മുഴുവൻ സ്കൂളുകാർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതിപ്പം സ്കൂളിൽ പോയാലേ രജിസ്റ്റേർഡ് ആവുള്ളൂ എന്നില്ല. ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാനുള്ളൊരു സംവിധാനം ഉണ്ട്. പക്ഷേ നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. കാരണം വീട്ടിലിരിക്കണേക്കാളും നല്ലത്, വീട്ടിൽ അത്രയും മൊബൈൽ തോണ്ടിയിരിക്കണേക്കാളും നല്ലത് സ്കൂളിൽ പോയിക്കൊള്ളുന്ന അതിലും പോക്കാണ് അവിടെ ചെന്നിട്ട്. മനസ്സിലായില്ലേ? ഈ തരത്തിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസം പോലും സത്യം പറഞ്ഞാൽ അത് കാലഘട്ടത്തിന് അനുസൃതമായ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല.